ഫ്രീസറാണ്. അതുകൊണ്ട് അതിൻ്റെ ബോൺസൈ ചെടിയല്ല, നീതിമാൻ ലെബാനോനിലെ ദേവദാരുക്കളെ പോലെ തന്നെ വളരണം. ആമേൻ, ഹല്ലേലൂയ, ഫ്രീസറാണ്. നിൻ്റെ മക്കളെയൊക്കെ തലയിൽ കൈവച്ചിട്ട് പറയണം, ലെബാനോനിലെ ദേവദാരുക്കളെ പോലെ എൻ്റെ മക്കൾ വളരണം. ഹല്ലേലൂയ, അവർ തഴയ്ക്കണം. ആമേൻ. യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം. ഏഴാം വാക്യം, 14-ാം അധ്യായം 7-ാമത്തെ വാക്യം. വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടി കിളുക്കും. വായിച്ചോ, അതിൻ്റെ ഇളം കൊമ്പുകൾ വിടാതെ ഓക്കെ ഇരിക്കുകയില്ല. അതിൻ്റെ വേര് എന്തായാലും പഴുകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ പെട്ടുപോയാലും വെള്ളത്തിൻ്റെ എന്തുകൊണ്ട് ഉറക്കെ വെള്ളത്തിൻ്റെ ഇന്ന് ചില ദൈവത്തിൻ്റെ ആത്മാവ് പെട്ടുപോയ, കുറ്റി പെട്ടുപോയ, വേര് അറ്റുപോയ ചിലതിലേക്ക് തൊടാൻ ഇല്ലാത്ത ഇറങ്ങി വന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ്. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഫാദർ ലോർഡ്. ശത്രു തകർക്കാൻ നോക്കിയതാ, ഉടച്ചു കളയാൻ നോക്കിയതാ, ശത്രു ഇല്ലാണ്ടാക്കാൻ നോക്കിയതാ, വേരറ്റ് കളയത്തക്ക രീതിയിൽ എടുത്തു കളയാൻ പദ്ധതികളിട്ട് ഇനി ഇതിന് ഒരിക്കലും മുളയ്ക്കരുതെന്നും പറഞ്ഞ് ആലോചനകളിട്ട് തകർക്കാൻ നോക്കി വെച്ച ചില കുടുംബങ്ങളുടെ അകത്തുനിന്ന് ഇന്ന് വെള്ളത്തിൻ്റെ ഗന്ധം ചിലരേക്ക് തൊടാൻ പോകുന്നതിൻ്റെ അകത്ത്. ഏറ്റെടുത്താണ് ഇന്ന് വെള്ളത്തിൻ്റെ ഗന്ധം നിന്റെ അടുത്ത് വരും. വെള്ളത്തിൻ്റെ ഗന്ധം നിന്റെ അടുത്ത് വരും. ആമേൻ, ഹല്ലേലൂയ. വെള്ളം വരണമെന്നില്ല, വെള്ളത്തിൻ്റെ ഒരു ഗന്ധം നിന്റെ അടുത്ത് വരുമ്പോഴാണ്. ആമേൻ, ഹല്ലേലൂയ. നീ പഴയതിനെ പോലെ തന്നെ അതിൽ നിന്ന് മുള പൊട്ടി പുറത്തു വരാൻ തുടങ്ങും. ഇതിനകത്ത് കൈയടിച്ച് സ്വീകരിച്ചേട്ടാ. നിന്റെ അടുത്ത് ശത്രു നിന്റെ സാമ്പത്തിക അവസ്ഥയോർത്ത് നീ ഭാരപ്പെടണ്ട. ഇന്നൊരു വെള്ളത്തിന്റെ ഗന്ധം ഇറങ്ങി വന്നിട്ടുണ്ട്. വെള്ളത്തിന്റെ ഗന്ധം ഇറങ്ങി വന്നിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവാ. നിന്റെ കൂലിനെ കേൾക്കുന്നത് ദൈവമാ. എല്ലാം സഹിക്കാൻ കഴിയും, വെട്ടിക്കളയുന്നത് മാത്രം സഹിക്കാൻ കഴിയത്തില്ല. അതേ അർത്ഥാവ് എല്ലാം സഹിക്കാം, വെട്ടിക്കളയുന്നത് സഹിക്കാൻ പറ്റത്തില്ല. വേദപുസ്തകത്തിലൊരു നവോമിയുണ്ട്, അവളുടെ പേര് ഭയങ്കര സന്തോഷമുണ്ട്, പ്ലസന്റ് എന്നാ. പക്ഷെ അവളുടെ അനുഭവം മൊത്തം വെട്ടിക്കളയുവാൻ, വെട്ടിക്കളയുവാൻ, സമ്പത്ത് വെട്ടിക്കളഞ്ഞു. കൂട്ടാശ്രയം എന്ന് പറയുന്ന സ്വന്തം ഭർത്താവിനെ വെട്ടിക്കളഞ്ഞു, രണ്ടാൺപിള്ളാരെ വെട്ടിക്കളഞ്ഞു. ശത്രു വെട്ടിക്കളയാൻ വരുന്നവന്
പക്ഷെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഏതറ്റ് പഴകിപ്പോയാലും ഇന്ന് നിരാശപ്പെടേണ്ട ദിവസമല്ല. വെള്ളത്തിന്റെ ഒരു ഗന്ധം, അവിടെ വെള്ളം വരുമെന്നല്ല പറഞ്ഞത്, വെള്ളത്തിന്റെ ഒരു ഗന്ധം മാത്രം വേരിനൊന്ന് തൊട്ടാൽ അത് പിന്നെ മുളച്ചു വരാൻ തുടങ്ങും. പക്ഷെ അതിനും എത്രയോ ശ്രേഷ്ഠനാ നീതിമാൻ. നീതിമാനെ തകർത്ത് കളയാൻ കഴിയത്തില്ല. നീതിമാൻ നീതിമാൻ അവകാശത്തെ തൊടാൻ പറ്റത്തില്ല. നീതിമാൻ അനുഗ്രഹിക്കുന്ന ദൈവം ഇതായിട്ടുണ്ട്. നീതിമാന്റെ കണ്ണുനീരുകളെ തുടയ്ക്കുന്നത് ദൈവമാണ്. അവന്റെ കഷ്ടങ്ങൾ അനേകമായാലും അവയെല്ലാത്തിൽ നിന്ന് കുടിവിക്കുന്ന ദൈവമാണ്. നീതിമാന്റെ കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് ഇരക്കുന്നത് കണ്ടിട്ടില്ല. ശത്രു നീതിമാനെ വളരാൻ വിടത്തില്ല. കാരണം അവനറിയാം, നീതിമാൻ ദേശത്ത് വളർന്നാൽ അവനെ പിടിക്കാൻ കഴിയത്തില്ലെന്ന് അവനറിയാം. പട്ടണത്തെ പിടിക്കാൻ കഴിയത്തില്ലെന്നറിയാം. കാരണം സൊദോം ഗൊമോറയെ നശിപ്പിക്കാൻ വന്നപ്പോൾ മോശ ചോദിച്ച ഒരു കാര്യമാണ്. അബ്രഹാം ചോദിച്ചൊരു കാര്യമുണ്ട്. പട്ടണത്തിൽ ഒരു നീതിമാനുണ്ടെങ്കിൽ ദൈവമേ, ഈ ദോഷം ഇതിന്റെ മേൽ വരുത്താതെ വിടാൻ പറ്റുമോ? ഒരു നീതിമാൻ ഇതിനകത്തുണ്ടെങ്കിൽ ദൈവ പട്ടണത്തെ കാക്കും. അത് ശത്രുവിനെ നല്ലവണ്ണം അറിയാം. Thank you, Jesus. ദൈവം എന്ന് ചില ദൈവത്തിനെ കാണിക്കുന്ന ചില സാമ്പത്തികമായിട്ടുള്ള ചില കെട്ടുകളെ ദൈവം എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുക. യെസ്, ഹല്ലേലൂയ. വർഷങ്ങളായി ഞങ്ങൾ യേശുവിനെ സ്വീകരിച്ചു, വിശ്വസിച്ചു. എന്നാലും കർത്താവ് സാമ്പത്തികമായിട്ടുള്ള ചില ബന്ധനങ്ങൾ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയാം, സ്പെഷ്യലായിട്ടാ ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഇതിനകത്ത് ചില കുടുംബങ്ങളുടെ അകത്ത് ഉണ്ടാകാൻ പോവാൻ ദൈവത്തിന്റെ ആത്മാവ്. Yes, 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 yes. Thank you, Jesus. Thank you, Jesus. ഏക കഷ്ടങ്ങൾ വരുമെങ്കിലും അവ എല്ലാത്തിൽ നിന്നും വിടുവിക്കും. ആരുടെയാ? ഉറക്കെ പറ. 34:17 അയച്ചോ. 34:17 നീതിമാന്മാർ ആരുടെ നിലവിളിയെ ദൈവം കേൾക്കത്തുള്ളൂ? നല്ലോണം പറ. വിശ്വാസികളുടെ ആണോ? വിശ്വാസിയുടെ ആണോ? എനിക്ക് പറയണേ, ആരുടെ നിലവിളിയാ കേൾക്കുന്നേ? വായിച്ചു. 19 നീതിമാന് ഉറക്കെ പറ. അസംഖ്യം എന്ന് പറഞ്ഞാൽ നീതിമാന് സോഫ സെറ്റ് കൊടുത്തിരുത്തിയിരിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നീതിമാൻ യുദ്ധക്കളത്തിലാ. ഹല്ലേലൂയ. ഞങ്ങളെ LKG പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട്. ഇപ്പം പോയാലും പുള്ളിക്കാരത്തി LKGയിലാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഡിഗ്രിയെല്ലാം പാസ്സായി കഴിയും. അതെന്താ? അതെന്താന്നേ? പറഞ്ഞോ.
എന്താ ടീച്ചർ ഇപ്പോഴും LKG ഇരിക്കുന്നേ? ടീച്ചർക്ക് എന്തില്ലായിരുന്നു? പരീക്ഷയില്ലായിരുന്നു. എന്തില്ലായിരുന്നു? ഉറക്കെ പറഞ്ഞേ. പരീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ടീച്ചറും പാസ്സായി. ഞങ്ങൾക്ക് പരീക്ഷ ഉണ്ടായിരുന്നവിടെ ഇപ്പം ഞങ്ങൾ എന്തായി? ഡിഗ്രിക്ക് പഠിച്ചു. ടീച്ചർ ഇപ്പോഴും എവിടെയാ? LKG പഠിപ്പിച്ചു. അപ്പം നീതിമാന് എന്തുണ്ട്? ഒറ്റ അനർത്ഥമാണോ? എത്രയാ പറഞ്ഞിരിക്കുന്നത്? എന്തിനാ വെച്ചിരിക്കുന്നേ? നീതിമാന് വളരാനുള്ളതാ. എങ്ങനെ വളരും നീതിമാന്? ലബാനോനിലെ അങ്ങനെ വളരാനുള്ളതാ. വളരണമെങ്കിലേ കൂട്ടിലിട്ട് വളർത്തി അങ്ങനെ വളരാൻ പറ്റത്തില്ല. ഒരു കൂട്ടിലിട്ട മരം വളരുമോ? എന്നാ പറ്റും? ചെറിയൊരു കാറ്റ് വന്ന വേരോടുകൂടി പിഴുതു. ആമേൻ. അപ്പം കാറ്റും കൊടുങ്കാറ്റും ഈശാനമൂരിക്കാറ്റും എല്ലാ കാറ്റും സഹിച്ച് വളരുമ്പോഴാ എങ്ങനെ വളരാൻ പറ്റുന്നത്? ദേവദാരുവെ പോലെ കറന്നു. ഈ വളർച്ചയുടെ രഹസ്യം മേളിലോട്ട് വളരണമെങ്കിൽ എന്നാ ചെയ്യണം? മേളിലോട്ട് വരണമെങ്കിൽ ചെടി, നിങ്ങളുടെ വീട്ടിലൊക്കെ ചെടി മേളിലോട്ട് വരണമെങ്കിൽ എന്നാ ചെയ്യണം? വെള്ളം ഒഴിച്ചാലൊന്നും വളർത്തില്ല. കീഴോട്ടും കൂടെ വളരണം. എങ്ങോട്ട് വളരണം? ഉറക്കെ പറ. വേര് എങ്ങോട്ട് വളരണം? ദേവദാരുവിൻ്റെ വേര് അത്രയും മൈലിൽ നിന്ന് താഴോട്ടുണ്ടാവും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. താഴെ അത് മണ്ണിനെ ഇടിച്ച് വേർതിരിച്ച് എങ്ങനെ വഴി കണ്ടുപിടിക്കുന്നോ അത്രയും ബലത്തോടെ ആയിരിക്കും അത് മേളിലോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നീതിമാന് എത്രയാണ് അർത്ഥം? എന്തിനു വേണ്ടിയാ വെച്ചിരിക്കുന്നേ? ഉറക്കെ പറ. ആർക്കൊക്കെ വളർച്ച വേണ്ട? വളർച്ച വേണ്ടാത്തവരൊന്ന് കൈയെടുത്തേ. അവര് പ്രാർത്ഥിക്കണം, കർത്താവേ കഷ്ടം വരരുതേ, ഈ കഷ്ടം നീക്കി തരണേ. കഷ്ടം നീക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം തരുന്നേ. എന്നാ പിന്നെ നിനക്ക് കഷ്ടം എന്തിനാ തരുന്നേ? ഹല്ലേലൂയ. കഷ്ടം ജയിക്കാൻ വേണ്ടിയിട്ടാണ് തരുന്നേ. ആമേൻ. അതൊക്കെ പറ. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തേ. കഷ്ടം ജയിക്കണമെന്ന് പറ.